തൃശൂർ കോടാലിയിൽ പാമ്പുകടിയേറ്റ് ചികിത്സയിലായിരുന്ന അനോഷ് ആശുപത്രി വിട്ടു. കുട്ടി പൂർണ്ണ ആരോഗ്യവാനെന്ന് ഡോക്ടർമാർക്ക് നന്ദി പറഞ്ഞ അനോഷിന്റെ മാതാപിതാക്കളായ സിൽജോയും ജോൺസിയും ഒരു മകൻ പോയി ഒരാളെയെങ്കിലും കിട്ടണേ എന്നായിരുന്നു പ്രാർത്ഥനയെന്നും അനോഷിന്റെ മാതാപിതാക്കൾ പറഞ്ഞു. വിവരങ്ങളുമായി തിയോഫിൻ കൂടി ചേരുന്നുണ്ട്. തിയോഫിൻ, നമ്മൾ കണ്ടതാണ് ഈ തൃശൂർ കോടാലിയിൽ പാമ്പുകടിയേറ്റ് ഒരു സഹോദരൻ മരിച്ചിരുന്നു. ഇപ്പോൾ അനോഷ് ആശുപത്രിയിലായിരുന്നു. ഇപ്പോൾ കുട്ടി പൂർണ്ണ ആരോഗ്യവാനായി ആശുപത്രി വിട്ട് തിരികെ വീട്ടിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? വലിയ സന്തോഷമുള്ള ഒരു വാർത്തയാണ്. അല്പം മുൻപാണ് ഈ അനോഷ് ആശുപത്രി വിട്ടത്. കുട്ടി എല്ലാ തരത്തിലും കുട്ടി പൂർണ്ണ ആരോഗ്യവാനാണെന്ന് ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ട്. ന്യൂറോ സംബന്ധമായുള്ള പ്രശ്നങ്ങളും എല്ലാം മാറി. ഒപ്പം ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളെല്ലാം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ഈ ബുദ്ധിമുട്ടുകളെല്ലാം മാറി പൂർണ്ണ ആരോഗ്യവാനാണ് കുട്ടി എന്ന് ഡോക്ടർമാർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കുട്ടി ആശുപത്രി വിടുന്നതിന് അല്പം മുൻപ് ഡോക്ടർമാരും അതോടൊപ്പം തന്നെ മാതാപിതാക്കളായ സിൽജോയും ജോൺസിയും മാധ്യമങ്ങളെ കാണുകയും ചെയ്തിരുന്നു. ഡോക്ടർമാർക്കെല്ലാം നന്ദി, സർക്കാരിന് നന്ദി, തങ്ങളെ ഒപ്പം, കാരണം ഈ ഏറെ പ്രയാസമുള്ള ഈ സമയത്ത് തങ്ങളൊപ്പം നിർത്തിയ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ടാണ് അവർ അൽജോയുമായി വീട്ടിലേക്ക് മടങ്ങുന്നത്. ഈ അൽജോയ്ക്കും അൽജോയുടെ സഹോദരൻ അനോഷും അനോഷിൻ്റെ സഹോദരൻ അൽജോയും രണ്ടുപേർക്കുമാണ് ഈ കഴിഞ്ഞ 19-ാം തീയതി അവരുടെ വീട്ടിലെ കോടാലിയിലെ വീട്ടിൽ വെച്ച് പാമ്പുകടിയേറ്റത്. വെള്ളിക്കെട്ടൻ ഇനത്തിൽപ്പെട്ട ശങ്കുവരയൻ എന്ന് വിളിക്കുന്ന ഇനത്തിൽപ്പെട്ട പാമ്പാണ്. ചെറിയൊരു പാമ്പായിരുന്നു. പക്ഷേ ഇത് പാമ്പുകടിയേറ്റതാണെന്ന്, ഈ കുട്ടികൾക്ക് പാമ്പുകടിയേറ്റതാണെന്ന് വീട്ടുകാർക്ക് മനസ്സിലായിരുന്നില്ല. ആശുപത്രിയിലെത്തിയപ്പോൾ ഒരു സംശയമുണ്ടായി. പാമ്പുകടിയേറ്റതാണോ എന്ന സംശയത്തെ തുടർന്ന് ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരമാണ് വീട്ടിൽ പരിശോധിച്ചത്. അങ്ങനെയാണ് വീട്ടിലെ കിടപ്പ് മുറിയിൽ തലയിണക്കടിയിൽ പാമ്പിനെ കണ്ടെത്തിയത്. തുടർന്ന് ഈ അൽജോ അന്ന് തന്നെ മരിക്കുകയും ചെയ്തിരുന്നു. അനോഷിനെ ഗുരുതരാവസ്ഥയിൽ അന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പക്ഷേ കാരണം അത്രയും ഗുരുതരമായിരുന്നില്ല സ്ഥിതി എന്നതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് മാറ്റമുണ്ടായി. ഒരു ദിവസം പിന്നിട്ടപ്പോഴേക്കും ഒരു 20-ാം തീയതി ആയപ്പോഴേക്കും ഈ അനോഷിന് കുറച്ചുകൂടി ഭേദമായി, കണ്ണു തുറന്നു. ഡോക്ടർമാർ ഇക്കാര്യം അറിയിക്കുകയും ചെയ്തു. പിന്നീട് മെഡിക്കൽ ബുള്ളറ്റിലൂടെ ചികിത്സയുടെ പുരോഗതിയൊക്കെ ഡോക്ടർമാർ അറിയിക്കുകയും ചെയ്തു. അങ്കമാലി അഡ്ലക്സ് അപ്പോളോ ആശുപത്രിയിലായിരുന്നു ചികിത്സ. വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ നൽകിയ ചികിത്സ ചെലവെല്ലാം സംസ്ഥാന സർക്കാർ വഹിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ എല്ലാ പിന്തുണയും നൽകിയ സർക്കാരിനും ഡോക്ടർമാർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് കൂടിയാണ് അനോഷ് ആശുപത്രി വിടുന്നത്. ആശുപത്രി അധികൃതർ ഈ ഫുട്ബോൾ വളരെ ഇഷ്ടമുള്ള കുട്ടിയാണ്. ആ ഫുട്ബോൾ ഇഷ്ടമായ കുട്ടിയായതുകൊണ്ട് മെസ്സിയെ ഇഷ്ടപ്പെട്ട ഫുട്ബോൾ താരം മെസ്സി കൂടിയാണ് ഈ അനോഷിൻ്റെ. അതുകൊണ്ട് തന്നെ മെസ്സിയുടെ പേരുള്ള ഒരു ഫുട്ബോൾ ജേഴ്സിയും ഒപ്പം ഒരു ഫുട്ബോളും നൽകിയാണ് ആശുപത്രി അധികൃതർ അൽജോയെ യാത്രയാക്കിയത് വീട്ടിലേക്ക്. ശരി, തിയോഫിനാണ് വിവരങ്ങൾ നൽകിയത്.